ഹലോ, നല്ല നമസ്കാരം. പെപ്പി പോപ്കോൺ സിഡ്നി ടേക്ക് ഓക്കെ സീൻ 1. ലാസ്റ്റ് മൂവി വേൾഡ് വാർ എക്സ്. കണ്ണുകൾ പുറത്തേക്ക് തള്ളി പിലിവിടർത്തിയ മൂക്കുകളുമായി കടിച്ചമർത്തിയ പല്ലുകളുമായി ഇതാ നിൽക്കുന്നു നമ്മുടെ കഥാനായിക എക്സ്. അത് അങ്ങോട്ട് നോക്കൂ, അവിടെ യുദ്ധമാണ് സുഹൃത്തുക്കളെ, യുദ്ധം. ഇതാ ഇങ്ങോട്ട് നോക്കൂ, അന്ധകാരമാണ്, എങ്ങും അന്ധകാരം, കൊറ്റാക്കൊറ്റിനിട്ട് എപ്പോഴും എന്തും സംഭവിക്കാം. ബോംബ് വീഴുമോ ഇല്ലയോ? ബോംബുകൾക്കിടയിലൂടെ ഇതാ ചീറി പാഞ്ഞു വരുന്നു അവിഹിതം. സിമ്പിൾ അടിക്കണ. യുദ്ധഭൂമിയിൽ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന കഥാനായിക ശീല. ശീല 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 ശീല. നമ്മുടെ കഥാനായകന്റെ പേരാണ് സത്യൻ. സിമ്പിൾ അടിക്കണ. തൊട്ടതിനും പിടിച്ചതിനും രൗദ്രഭാവം എടുത്തടിയുന്ന നായിക. കറണ്ട് പോയതിന്, മക്കൾ നേരത്തെ ഭക്ഷണം കഴിക്കാത്തതിന്, മക്കൾ നേരത്തെ കിടന്നുറങ്ങാത്തതിന്, മൊബൈലിൽ ചാർജ് ഇല്ലാത്തതിന്, മൊത്തത്തിൽ ആഭ്യന്തര കലഹം നിറഞ്ഞ അഗ്നിഭവനം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് വേൾഡ് വാർ എക്സ്. വേൾഡ് വാർ എക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഒരു കഥാപ്രസംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായിരുന്നാലും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമ ആവിഷ്കാരമാണ് വേൾഡ് വാർ എക്സ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിഹിതങ്ങളുടെ യുദ്ധം, അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവിഹിത യാത്ര എന്ന് വേണമെങ്കിലും പറയാം. നാട്ടിലെ എല്ലാം വിറ്റുപറക്കി സ്വർഗം തേടി പോയവർ 2 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമുള്ള സ്വർഗം എവിടെയായിരുന്നു എന്നതുകൂടി പറഞ്ഞിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് രാജാവിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യവും ആരുടേതായിരുന്നു, എവിടെയായിരുന്നു എന്നത് മെൻഷൻ ചെയ്യാതെ പോയത് ഒരു വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് എന്നത് കഥയിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായും രാജാവിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കുറച്ച് ഡയലോഗുകളൊക്കെ ഇതിൽ കടന്നുകൂടുന്നുണ്ട്. എന്നാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അത് കറക്റ്റാണ്. എന്നാൽ മക്കളുടെ മുൻപിൽ വച്ച് പറയുന്ന പല കാര്യങ്ങളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, കുട്ടികളെ അത് ബാധിക്കുന്ന കാര്യങ്ങളും കൂടെയാണ്. പിന്നെ ക്ലൈമാക്സ് ജനങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് സംവിധായകന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സീനുകൾ റിവൈൻഡ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു ഗതികേടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരുടെ സസ്പെൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. 2ൽ കൂടുതൽ തവണ ഈ 10 മണിക്ക് മുമ്പ് എന്ന് പറയുന്നത് തന്നെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പറയാതെ പറഞ്ഞു പോവുകയാണ് ശീല എന്ന് പറയുന്ന കഥാപാത്രം. കൃത്യമായിട്ടും അറിയാം സംതിങ് റോങ്, സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് കൃത്യമായിട്ടും അത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ശീല എന്ന് പറയുന്ന കഥാപാത്രം. പിന്നെ ഡയലോഗുകളുടെ ആവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എക്സ്പെക്റ്റേഷനും അപ്പുറത്ത് പോകുമായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ്. ഇതിൻ്റെ സംവിധായകൻ ഇതിൽ അഭിനയിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വലിയൊരു പോസിറ്റീവ്. പിന്നെ ശീലയുടെ കഥാപാത്രം ചെയ്ത ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവസാനത്തെ സീന് വരെയും സെയിം ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തു എന്നത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 2 കുട്ടികൾ നല്ല ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റുവേഷൻ എല്ലാം തന്നെ ഒരു നൈറ്റ് മോഡാണ്, കറണ്ട് കട്ടാണ്, ക്യാൻഡിൽ ലൈറ്റ് സെറ്റപ്പാണ്. മൊത്തത്തിൽ ലൈറ്റിങ് ആൻഡ് കളറിങ് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അതിൽ കുറ്റം പറയാൻ പറ്റില്ല, അത്രയും കീടിലം സാധനമാണ്. ഒരു ലൈറ്റ് പോലും ഉപയോഗിക്കാതെ നല്ല ക്ലാരിറ്റിയോടുകൂടി ഫേസൊക്കെ നല്ല കീടിലമായിട്ട് ചെയ്യാനും ഓരോ സീൻ ബൈ സീനായിട്ട് കീടിലമായിട്ട് ആ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറിങ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൂനൻ വിമൽകുമാർമാരെ സമൂഹം തിരിച്ചറിയണമെന്ന അമർ ചിത്രകഥ ഉപദേശം നൽകുവാനും സ്ക്രീൻ പ്ലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ
സൗണ്ട് ഡിസൈനിങ് ബെസ്റ്റായിരുന്നു. പക്ഷേ ആ സൗണ്ട് ഡിസൈനിങ് ചെയ്തതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഈ ബാസും ഓളിയും കൂടിയിട്ടുണ്ടല്ലോ, സ്പീക്കർ പതറിയിട്ട് ചെവിയിൽ വന്ന് ഇങ്ങനെ ചും 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 എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുക. അതാണ് സൗണ്ട് ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള പ്രധാനമായ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഷീല എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഫുൾ ടൈം പല്ല് കടിച്ച് പിടിച്ച് ഡയലോഗ് പറഞ്ഞത് കൊണ്ട് തന്നെ പല ഡയലോഗുകളും ക്ലാരിറ്റി ഇല്ല, പിന്നെ മൊത്തത്തിൽ കേൾക്കാനും പറ്റിയിട്ടില്ല. ഓളിയോ കുറവായിരുന്നു പുള്ളിക്കാരിയുടെ. എനിക്ക് തോന്നുന്നത് ഈ സൗണ്ട് ചിലപ്പോൾ തിയേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രൊജക്ടറിങ് കണക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമാണോ? വീഡിയോ ക്വാളിറ്റിയും ഒട്ടും കുറവായിരുന്നു. സൗണ്ടും അങ്ങനെ തന്നെയായിരുന്നു, വീഡിയോ ക്വാളിറ്റിയും വളരെ മോശമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യനും ഷീലയും ചങ്ക് പൊട്ടി അഭിനയിച്ചിട്ടും യുദ്ധം ജയിച്ചില്ല എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. എന്തായിരുന്നാലും പെപ്പി പോപ്കോണും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. ആഗ്രഹങ്ങളും പരീക്ഷണങ്ങളും നല്ല കലാസൃഷ്ടികളും ഇനിയും ഉണ്ടാകട്ടെ. താങ്ക് യു.